बुलेटिन की शुरुआत करते हैं और सबसे पहले आपको लिए चलते हैं केरल, जहां पर प्रधानमंत्री नरेंद्र मोदी जनसभा को संबोधित कर रहे हैं। यूडीएफ एंड एलडीएफ आर मास्टर्स एट सच वोट बैंक पॉलिटिक्स. The young and first-time voter of Kerala is seeing how both alliances are bowing to regressive elements of society. It is clear the UDF and LDF have two aims: further vote bank politics, fill pockets. This comfortable agreement is all set to be rejected. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗം 5 ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. 1 അഴിമതി, 2 ജാതീയത, 3 വർഗീയത, 4 സ്വജനപക്ഷപാതം. ഞാൻ സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അതിൽ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള സ്വജനപക്ഷപാതം. 5 ക്രിമിനൽ വൽക്കരണം. ഈ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, അതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. യുഡിഎഫും എൽഡിഎഫും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ രാജാക്കന്മാരാണ്, മുടിചൂട മന്നന്മാരായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകൾ അവര് എങ്ങനെ ഈ 2 മുന്നണികളും പിന്തിരിപ്പൻ ശക്തികൾക്ക് കീഴടങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും, എൽഡിഎഫിനും യുഡിഎഫിനും 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1 വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഫലപ്രദമാക്കുക. 2 സ്വന്തം കീശ വീർപ്പിക്കുക. ഈ ഒരു പരസ്പര ധാരണ, ഈ ഒത്തുകളി, ഇത് തള്ളിക്കളയേണ്ട സമയം, ആ സമയം അതിക്രമിച്ചിരിക്കുക. Friends, the BJP's vision for Kerala is forward-looking and aspirational. That is why the youth of the state, the professional communities across the state are openly supporting BJP. Across India too, this trend is being seen. People from all walks of life are able to connect with the BJP's vision for India's growth. Take the example of your candidate, Metro Man Sridharan ji. Everyone wants well-educated people to enter politics. But thanks to Metro Man Sridharan ji, I am seeing something for the first time. A man who achieved so much in life, a man who has done excellent work to make India modern and improve connectivity, a man who is admired by all sections of society. He is a proud son of Kerala. He had devoted himself for Kerala's progress. If he wanted only power, he could have got it even 20 years ago. Yet, as a true son of Kerala, he thought beyond power. He knew he would be attacked, but he stayed firm on his commitment to Kerala. He is an inspiration for all, especially for professionals. I want to tell the people of Kerala, in BJP, you have a party that ensures growth based on Sabka Saath,
सबका विकास, सबका विश्वास. In BJP, you have a party whose focus is to improve your ease of living. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്നത് പുരോഗമനപരമായിട്ടുള്ള കേരളത്തിലെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെടുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷകരാകുന്നത്. ഇന്ത്യ മുഴുവനും ഇതേ ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ പ്രൊഫഷണലുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് വരികയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തിന്റെ ഈ മത്സരിക്കാനുള്ള തീരുമാനം, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം ആദ്യമായിട്ട് ഈ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന്റെ സൂചനകൾ നൽകുകയാണ്. ജീവിതത്തിൽ എല്ലാം നേടിയ ഒരു മനുഷ്യൻ, ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നതിൽ, ഇന്ത്യയുടെ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ അത്യുത്കൃഷ്ടമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തി, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരെല്ലാവരും ആദരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം കേരളത്തിന് അഭിമാനിയായിട്ടുള്ള മകനാണ്. അദ്ദേഹത്തിന് അധികാരമാണ് വേണ്ടിയിരുന്നതെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപേ അത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ യഥാർത്ഥ പുത്രൻ എന്നുള്ള നിലയിൽ അധികാരത്തിനപ്പുറത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഈ തീരുമാനമെടുത്തപ്പോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് അക്രമങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തെ വിവിധ തരത്തിൽ അവഹേളിക്കാനുള്ള ശ്രമമുണ്ടാകും. പക്ഷേ അദ്ദേഹം കേരളത്തിനോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉത്സാഹവും ആവേശവും നൽകുന്ന വ്യക്തിത്വമാണ്, പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾക്ക്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാ ഭാരതീയ ജനതാ പാർട്ടി, ഈ പാർട്ടി വികസനത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. എല്ലാവരോടുമൊപ്പം, എല്ലാവർക്കും വികസനം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള വികസനം. ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കൂടുതൽ സുഖകരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. Friends, the high number of roadblocks by UDF and LDF has made the speed of development slower. That is why the time has come for fast development in Kerala, which BJP promises. By fast, what I mean is, F for fisheries and fertilizers, A for agriculture and Ayurveda, S for skill development and social justice, T for tourism and technology,
Friends, one of the earliest decisions of our government after re-election in 2019 was to create a separate ministry for fisheries. The aim was to ensure holistic development of the fisheries sector. The hard-working fishermen of India have had enough of words and assurance. They want concrete action that improve their lives. Our government has improved the sector by integrating it with latest technology and more credit avenues. Fishermen have access to Kisan credit cards. The government is working on upgrading boats and harbor facilities. We will also address तो ये थे केरल